ഇന്നൊരു നോസ് ബ്രിഡ്ജ് വയർ വെച്ചിട്ടുള്ള മാസ്ക് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 15 ഇഞ്ച് നീളവും 8 ഇഞ്ച് വീതിയും ഉള്ള ഒരു തുണി രണ്ടായിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ റൈറ്റ് സൈഡാണ് അകത്തുള്ളത്. അപ്പോൾ ഈ ഒരു അറ്റത്തുനിന്ന് 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക, മറ്റേ അറ്റത്തുനിന്നും ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ മാർക്ക് ചെയ്ത വശത്ത് താഴെയായിട്ട് ഒരു 1/2 ഇഞ്ചിൽ തയ്ച്ചു കൊടുക്കുക, രണ്ട് വശത്തും. കണ്ടല്ലോ, രണ്ട് വശത്തും 2 ഇഞ്ചിൽ 1/2 ഇഞ്ച് വീതം തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഇങ്ങനെ ഒന്ന് മടക്കിയെടുക്കുക. കണ്ടോ? അതിനുശേഷം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഒന്നുകൂടി കാണിച്ചു തരാം. കണ്ടല്ലോ, ഇത് ഇങ്ങനെയാണ് മടക്കിയെടുക്കേണ്ടത്. ഓപ്പണിങ് സെൻറ്ററിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇലാസ്റ്റിക് വെക്കണം. അതിനായിട്ട് ഞാനിവിടെ 6.5 ഇഞ്ച് നീളമുള്ള ഇലാസ്റ്റിക് എടുത്തിട്ടുണ്ട്. ഇലാസ്റ്റിക്കിൻ്റെ ഒരറ്റം മുകളിലും ഒരറ്റം താഴെയും, എന്നിട്ട് ബാക്കി അകത്തേക്ക് വെച്ച് കൊടുക്കുക. അതിനുശേഷം 1/4 ഇഞ്ചിൽ തയ്ച്ചു കൊടുക്കുക. ഒരു പിൻ കുത്തി വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇത് 1/4 ഇഞ്ചിൽ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഓപ്പണിംഗ് വഴി നമുക്ക് റൈറ്റ് സൈഡ് പുറത്തേക്ക് എടുക്കണം. ഇത് റൈറ്റ് സൈഡ് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, ഇങ്ങനെയായിരിക്കും ഇത് കിട്ടുക. ഇനി സ്ട്രെച്ച് ചെയ്ത് നിൽക്കുന്ന പ്രശ്നമൊന്നുമില്ല. പ്ലീറ്റ്സ് വെച്ച് കഴിയുമ്പോൾ അത് ശരിയായിക്കോളും. ഓപ്പണിംഗ് മുകളിലാണ് വന്നിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് പ്ലീറ്റ്സ് വെച്ച് കൊടുക്കണം. ഇങ്ങനെ താഴേക്ക് വേണം ഫ്രണ്ടിലെ പ്ലീറ്റ്സ് നിൽക്കാനായിട്ട്. നമ്മുടെ ഫ്രണ്ട് സൈഡാണ്. ഓപ്പണിങ് മുകളിലും വരണം. അപ്പോൾ ഞാൻ പ്ലീറ്റ്സ് എടുത്തതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ ഞാൻ പ്ലീറ്റ്സ് എടുത്തിട്ടുണ്ട്. ഓപ്പണിങ് മുകളിലായിട്ടാണ് വന്നിട്ടുള്ളത്. ഇങ്ങനെ 1/2 ഇഞ്ച് വീതിയുള്ള 3 പ്ലീറ്റ്സാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പ്ലീറ്റ്സ് താഴേക്ക് വേണം നിൽക്കാനായിട്ട്. കണ്ടല്ലോ, ഇത് നമ്മുടെ ഉൾവശമാണ്, അതായത് അകത്തേക്ക് വരുന്ന ഭാഗമാണ്. അപ്പോൾ ഇനി ഇതിൽ ചെയ്യാനുള്ളത് ഈ രണ്ട് വശത്തും ഒരു 1/4 ഇഞ്ചിൽ തയ്ച്ചു കൊടുക്കാം. കണ്ടല്ലോ, ഇതിവിടെ തയ്ച്ചെടുത്തിട്ടുണ്ട്. പ്ലീറ്റ്സൊക്കെ നീറ്റായിട്ട് തന്നെ 3 എണ്ണം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നോസ് ബ്രിഡ്ജ് വയർ വെച്ച് കൊടുക്കണം. ഇതിൻ്റെ രണ്ടറ്റം ഞാൻ ജസ്റ്റ് ഒന്ന് മടക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഗ്യാപ്പിലേക്ക് ഇത് കയറ്റി കൊടുക്കാം. ഉണ്ടല്ലോ, ഇങ്ങനെ കയറ്റി കൊടുക്കുക. ഉള്ളിലേക്കൊന്ന് തള്ളി വെച്ച് കൊടുക്കണം. അതിനുശേഷം ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ തയ്ച്ചെടുക്കുക. കണ്ടോ, ഇതുപോലെ ഒരറ്റത്തുനിന്ന് തുടങ്ങി ഇങ്ങേ അറ്റം വരെ. അത് ഞാൻ തയ്ച്ചതിന് ശേഷം കാണിച്ചു തരാം, അപ്പോൾ നല്ലപോലെ മനസ്സിലാകും. കണ്ടോ, ഇങ്ങനെ വേണം തയ്ച്ചെടുക്കാനായിട്ട്, റെക്റ്റാങ്കിൾ ഷേപ്പിൽ. അപ്പോൾ അതിൻ്റെ ഉള്ളിലായിട്ട് നമ്മളെ നോസ് ബ്രിഡ്ജ് വയർ നിൽക്കും, എങ്ങോട്ടും നീങ്ങിപ്പോകത്തില്ല. ഇവിടെ ഇങ്ങനൊരു ഓപ്പണിങ് വരികയും ചെയ്യും. നമുക്കിതിൽ ഫിൽറ്റർ പേപ്പറൊക്കെ വെച്ച് കൊടുക്കാം. കണ്ടല്ലോ, അപ്പോൾ ഇത്ര ഈസിയാണ് നമ്മളുടെ നോസ് ബ്രിഡ്ജ് വയർ വെച്ചിട്ടുള്ള മാസ്ക്. അപ്പോൾ ഇത് വെക്കുന്ന സമയത്ത് നമ്മൾ നോസിൻ്റെ ഭാഗത്ത് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാ ഈ ഒരു ഷേപ്പിൽ നിൽക്കും. നിവർത്താനും വളരെ ഈസിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഈ മാസ്ക്. ഇതുണ്ടാക്കാൻ വളരെ ഈസിയാണ്, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ മാസ്ക് ഇഷ്ടമായാൽ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.